എൻ്റെ വീണ്ടെടുപ്പുകാരൻ എവിടെ? വേർ ഈസ് മൈ റിഡീമർ? റൂത്തിൻ്റെ ബുക്ക് തന്നെയാണ് എടുക്കുന്നത്. റൂത്തിൻ്റെ 4-ാം ചാപ്റ്ററാണ്. നമ്മൾ 1, 2, 3 ചാപ്റ്ററിനകത്ത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ പല കാര്യങ്ങൾ പഠിച്ചതിൽ പ്രധാനമായിട്ടുള്ളത് റൂത്ത് അമ്മായിമ്മയായ നവോമി ക്ഷാമം വന്നപ്പം ദേശത്ത് നിന്ന് ഭർത്താവും 2 ആൺമക്കളുമായിട്ട് പോയി. എങ്കിലും അവർ ദൈവത്തിനെ അറിയാത്തൊരു ദേശത്ത് ചെന്ന് താമസിച്ചു. അവിടെ നിന്ന് 2 സ്ത്രീകളെ ഭാര്യമാരായിട്ട് എടുക്കുന്നു. പക്ഷെ അവിടെ വെച്ച് ഭർത്താവും 2 മക്കളും മരിച്ചു പോകുന്നു. നവോമിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൻ്റെ സകല സന്തോഷവും മാറിപ്പോയി. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ജോലിയുണ്ട്, മറ്റുണ്ട്, പൊസിഷനുണ്ട്, അതൊന്നുമല്ല. അന്ന് കാലങ്ങളിൽ ഒരു സ്ത്രീയുടെ പദവി ഭവനത്തിലാണ്. അവളൊരു നല്ല ഭാര്യയായിട്ടും മക്കളുടെ അമ്മയായിട്ടും ജീവിക്കുന്നത്. ആ ഒരു പദവിയാണ് ഏറ്റവും പ്രധാനം. അത് ഇന്നും അത് തന്നെയാണ് പ്രധാനം. പക്ഷെ നമ്മളെന്തൊക്കെയോ മറന്നു പോയിട്ടുണ്ട് ചില കാര്യം. ദൈവികമായ പരിജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം നമ്മളിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ പ്രാധാന്യം പൈസ ഉണ്ടാക്കുന്നതിൽ, നമ്മൾ ഇന്ന ആളാന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ വലിയ വ്യക്തിത്വമായിട്ട് എന്തൊക്കെയോ ചെയ്തെടുത്തു, അതിലൊക്കെ ആയി മാറിപ്പോയിരിക്കുകയാണ്. നമ്മുടെ ആ ദൈവം നിയോഗിച്ചതായിട്ടുള്ള വലിയ ഒരു ജോലി, നല്ലൊരു അമ്മയായിട്ട് ജീവിക്കുക, നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കുക, അതൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. 2 സൈഡിലും കുഴപ്പമുണ്ട്. ഞാൻ സ്ത്രീകളുടെ കാര്യം മാത്രമാണല്ലോ എടുക്കുന്നത്. ഇപ്പോൾ നമ്മളിൽ കൂടെയാണ് വീടിൻ്റെ വിളക്ക് വരേണ്ടത്, ഭവനം വരേണ്ടത്. നവോമി ദൈവത്തെ അറിയുന്ന സ്ത്രീ ആയതുകൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടിലും പെട്ടെങ്കിലും നവോമിക്ക് ദൈവം ഒരു സഹായം കൊടുത്തിട്ട് തൻ്റെ മരുമകൾക്ക് ഒരു കിൻസ്മൻ റിഡീമറിനെ കൊടുക്കുകയാണ്. അപ്പോൾ കിൻസ്മൻ റിഡീമർ എന്ന് പറയുമ്പം വീണ്ടെടുപ്പുകാരനാണ്. ഈ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവാണ് എല്ലാ വ്യക്തികളുടെയും റിഡീമർ, നമ്മളെ വീണ്ടെടുക്കുന്നത്. പഴയ നിയമത്തിൽ ബോവസ് ഒരു നിഴലായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മളുടെ പ്രയാസ സമയത്ത് തക്കതായ ആളുകൾ വന്ന് നമ്മളെ സഹായിക്കണം. അതിനെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ലോർഡ് സെൻഡ് ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം. ദൈവമേ, നീ അറിയുന്ന നല്ല ആളുകളെ മാത്രമേ ജീവിതപാതയിൽ, നീ അറിയാത്തത് കൊട്ടി അടയ്ക്കണമേ. പിന്നെ തുറന്നേച്ച് പിന്നെ അത് അടയ്ക്കാൻ എത്ര. God takes double the effort to close the door than to open it. അത് നമ്മൾ ഒരു ഡോർ അടച്ചിട്ടത് തുറന്ന് നമ്മൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഇരട്ടി ജോലിയാണ്. റൂത്തിൻ്റെ ബുക്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ ക്ഷാമമായിരുന്നെങ്കിൽ അവിടെ ആളുകൾ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ റൂത്ത് തിരിച്ചു വരുമ്പം ആ വില്ലേജേഴ്സ് എല്ലാം ഓടി വന്ന് ചോദിക്കുന്നത്, നീ നവോമി തന്നെയാണോ എന്ന്. അപ്പോൾ അവരിവിടെ പോയില്ലല്ലോ ക്ഷാമത്തിന്. ഇവരോട് ആര് പറഞ്ഞു പോകാൻ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2, 3 ആയപ്പോൾ ഇതൊക്കെയാണെങ്കിലും ദൈവത്തിൻ്റെ സഹായം ബോവസിൽ കൂടെ കൊടുക്കുകയാണ്. 4-ാം അധ്യായമായപ്പോഴത്തേക്ക് ആകെ കൂടെ ചരിത്രം മാറ്റി എഴുതുകയാണ്. ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ ആത്മാവിൽ കർത്താവിൻ്റെ നിയോഗപ്രകാരം നഷ്ടപ്പെട്ടതായി എല്ലാം തിരിച്ചു കൊടുക്കുന്നത് പോലെ നവോമിക്ക് സന്തോഷത്തിൻ്റെയും നൃത്തം ചെയ്യുന്നതിൻ്റെ അവസ്ഥയാണ് കൊടുക്കുന്നത്. ബോവസ് എന്ത് ചെയ്തു? ബോവസ് വളരെ ഡീസൻ്റാണ്. ബോവസ് പട്ടണവാതിക്കൽ ചെന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ ദാ വരുന്നുണ്ട് ആദ്യത്തെ റിഡീമർ. ബോസ് പറഞ്ഞു, ഇവിടെ ഇരിക്കേ. എന്നിട്ട് ദേശത്തുള്ള മൂപ്പന്മാരിൽ 10 പേരെ വിളിച്ചു വരുത്തി. ഈ ഒരു കാലയളവിൽ ഒരു പ്രയാസം വരുമ്പം ഒരു 3-4 പേരെങ്കിലും നമ്മുടെ കാര്യത്തിന് സംസാരിക്കാൻ വരുമോ? നമ്മുടെ പക്ഷം നിന്ന് അപ്പുറം ഇപ്പുറം കേൾക്കാൻ ആരെങ്കിലും വരുമോ? ഇന്നലെ ഒരാളോട് ഞാൻ സംസാരിച്ചവർ പറയാണ്, അവർ ദൈവവേല ചെയ്യുന്നവർ തന്നെ. അവർ പറയും, ഒരു പ്രയാസം വന്നാൽ പറയാനൊരു സ്ഥലമില്ല, കയറാനൊരു സ്ഥലമില്ല, വിളിച്ച് ഒന്ന് സഹായം ചോദിക്കാൻ പറ്റിയ സ്ഥലമില്ല. നമ്മളോട് തുറന്ന് പറയുന്നു, കാരണം നമ്മൾ അല്പം ഒരു ഹൃദയം നല്ലതായിട്ട് കാണിക്കുന്നത് കൊണ്ട്. മനസ്സിലായി? അപ്പം നമുക്കെല്ലാം ഈ പ്രയാസമുണ്ട്. ഒരു വിഷമം വരുമ്പം മനുഷ്യന് പ്രയാസം വരും. വിഷമം വരുമ്പം അത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ അത് മാന്യമായിട്ട് ചെയ്തു തീർത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിപ്പിക്കാതെ ചെയ്തു തീർക്കാനുള്ള കഴിവുള്ള എത്ര പേരുണ്ട്? കുടുംബത്തിൽ എത്ര പേരുണ്ട്? സമൂഹത്തിൽ എത്ര പേരെ കാണും? എത്ര പേര് നമുക്ക് എണ്ണാൻ? ഒരാളെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു ഐശ്വര്യമല്ലേ? അങ്ങനെയുള്ളവർ ഉണ്ടാക്കി തരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ ഈ 10 പേരെയും വിളിച്ചിരുത്തി ഇവർ സംസാരിക്കുകയാണ്.
പിന്നെ നവമിയുടെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഇവിടെ റൂത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിട്ടുണ്ട്, അവൾ ഭർത്താവില്ലാതെ വന്നിരിക്കുകയാണ്, നവമിക്ക് വയൽ വിൽക്കാനുണ്ട്, അത് വാങ്ങിച്ചെടുക്കണം. ഇതെല്ലാം പറഞ്ഞു വെച്ചപ്പം ഈ ആദ്യത്തെ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു ശരി ഞാൻ വയലൊക്കെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ബോവസ് പറയണം ഒരു കാര്യമുണ്ട്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ, നീ അവൻ്റെ വയൽ വാങ്ങിക്കാണല്ലോ, നാളിൽ മരിച്ചവൻ്റെ അവകാശത്തിൻ്റെ മേൽ അവൻ്റെ പേര് നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവൻ്റെ ഭാര്യ മൊവാബ്യ സ്ത്രീയായ റൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. എല്ലാം മറച്ചു വെച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം മറച്ചു കൂട്ടി അടച്ച് വെക്കുമ്പോൾ എന്ത് സത്യം പോലെ അറിഞ്ഞാൽ എല്ലാവരും ആരെങ്കിലും ഒരാൾ അവരുടെ വിഷമം ഉറക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ചെറുതാക്കി കാണും. വേദപുസ്തകത്തിൽ അങ്ങനെ അല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇവൾ മോവാബി സ്ത്രീയാണ്, ഇവളൊരു വിധവയാണ്, ഇവള് സ്ത്രീയെ ഈ റൂത്താണ്, ഇത് നവമിയുടെ കൂടെ വന്നവളാണ്, ഇതൊക്കെ വിവരിച്ച് പറയുകയാണ്. അതിലൊന്നും ഒരു കുറവും കാണുന്നില്ല, ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ശരി, നവോമിയുടെ വയൽ, നീ ഭർത്താവിൻ്റെ വയലെടുക്കുമ്പം മരിച്ചവൻ്റെ അവകാശത്തിന് അവൻ്റെ പേര് നിലനിർത്താനായിട്ട് നീ എന്ത് ചെയ്യണം? ഈ മൊവാബിയ സ്ത്രീ ആരുടെ? മരിച്ച നവോമിയുടെ മകൻ്റെ പേര് അല്ലെ അപ്പൻ്റെ കുടുംബപ്പേര് നിർത്താൻ ഒരാൾ വേണമല്ലോ, അതിന് നീ തയ്യാറാണ്. അത് കേട്ടപ്പോൾ പറഞ്ഞു എനിക്കതൊക്കത്തില്ല, അതിന് വീണ്ടെടുപ്പാൻ എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയയില്ല, എൻ്റെ സ്വന്തം അവകാശം നഷ്ടം, എനിക്കത് വീട്ടിൽ ചെന്നാൽ പ്രശ്നമാകും, അതുകൊണ്ട് എനിക്കൊക്കത്തില്ല എന്ന് പറഞ്ഞു. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ എടുത്തുകൊള്ളുക, എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കാൻ ഒരുത്തൻ തൻ്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രായേലിൽ ഉറപ്പാക്കുന്ന വിധം. അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ്റെ ചെരുപ്പ് ഊരിക്കൊടുത്തു. അപ്പോൾ ചെരുപ്പ് എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ചെരുപ്പ് കൊടുക്കുന്നത് ഒരു കവനൻ്റാണ്. കവനൻ്റിലത്, അതായത് ഷൂ എക്സ്ചേഞ്ച് ചെയ്യുക, ഷൂ കൊടുക്കുക, സോൾട്ട് എക്സ്ചേഞ്ച്, ഉപ്പ് കൊടുക്കുക, പിന്നെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, പിന്നെ രക്തം, ഇവിടുത്തെ രക്തവും ഇവിടെ മുറിച്ച് അവരുടെ ആ ആളിൻ്റെയും ഈ റിസ്റ്റ് ഭാഗം മുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഒന്നിച്ച് പിടിച്ചിട്ട് ഉടമ്പടി എടുക്കുക. ഇതൊക്കെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തത്തിൻ്റെ ഉടമ്പടിയാണ്. ഇവിടെ ഇവൻ്റെ അവകാശം, കാലിൽ ഷൂസ് മാറ്റുമ്പോൾ എൻ്റെ അവകാശമാണ്, എൻ്റെ അവകാശം നീ എടുത്തു എന്ന് പറഞ്ഞ അവകാശം. എത്ര മാന്യമായിട്ടത് ചെയ്തെന്ന് നോക്കി, എത്ര പേരുടെ മുമ്പിൽ വെച്ച്. അത് മാനം ആർക്കാണ് വരുന്നത്? നവോമിക്കല്ലേ. ആശ്രയം റൂത്തിന് കിട്ടി, പക്ഷെ മാന്യമാർക്ക് കിട്ടി? നവോമിക്കല്ലേ. അവളുടെ വേദന ദൈവം അറിയുന്നില്ലേ? അങ്ങനെ സംഭവിച്ചെന്നിട്ട് ചെരുപ്പൂരി കൊടുത്തു. അങ്ങനെ എലീമേലെക്കിന് ഉള്ളതൊക്കെയും കില്യോനും മഹ്ലോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. വ്യക്തമായിട്ടും നവോമിയെ മാനിക്കുകയാണ്. അത്രയുമല്ല, മരിച്ചവൻ്റെ പേർ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവൻ്റെ പട്ടണവാതിക്കൽ നിന്ന് മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവൻ്റെ പേർ അവൻ്റെ അവകാശത്തെ നിലനിർത്തേണ്ട മഹ്ലോൻ്റെ ഭാര്യയെ മൊവാബിയ സ്ത്രീയായ റൂത്തിനെയും എനിക്ക് ഭാര്യയെ വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികൾ. അപ്പോൾ ഉറപ്പിക്കുന്നുണ്ടോ? മനോഹരമായിട്ട് ദൈവം അത് ചെയ്തു. അതാണ് വീണ്ടെടുപ്പുകാരൻ. അപ്പം നമ്മളൊരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ കിൻസ്മൻ റിഡീമർ യേശു ക്രിസ്തുവാണ്. ഹി ബോട്ട് മീ വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം. നമ്മൾ ഈ ശലോമോനെ രാജാവാക്കുമ്പോഴൊക്കെ ശലോമോന് പകരം അദോനിയാവെന്ന് പറഞ്ഞ ഒരാൾ ദാവീദിൻ്റെ ഏതോ ഒരു സ്ത്രീക്കുണ്ടായ മകനാണ്. അവൻ സ്വന്തം രാജാവായിട്ട് വാഴാൻ തുടങ്ങി. അതുകൊണ്ട് നാഥാൻ പ്രവാചകൻ എന്ന് വെച്ച് പറഞ്ഞു, നീ അറിയുന്നില്ലേ ഇത് ഒരു സ്ത്രീയെ അവിടെ രാജാവ് ചെന്ന് പറഞ്ഞ് നീ പറയില്ല, നാഥാൻ പറയാണ് നീ ഈ സമയത്ത് ഉറക്കം തൂങ്ങിയിരുന്ന ബത്ശേബ നിൻ്റെ മകനെ അവർ കൊല്ലും. ഉടനെ അവൾ ചെന്നിട്ട് ദാവീദിനോട് പറയുന്നതും ദാവീദിൻ്റെ ഓവർക്കഴുതയിൽ മേലെ ഈ മകനെ കൊണ്ടുപോയി, അതായത് ശലോമോനെ കൊണ്ടുപോയി രാജാവെ ജയ 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 എന്ന് പറയുന്നതും രാജാവെ വാഴിക്കുന്നതും നമുക്ക് കാണാം. അപ്പോൾ ഒരു അമ്മയുടെ ജോലിയാണ്, ഒരു നവോമിയുടെ ജോലിയാണ് മക്കൾക്ക് വേണ്ടിയുള്ള വഴി തെളിവാക്കി കൊടുക്കേണ്ടത്. നമുക്കത് ഏറ്റെടുക്കാം. ദൈവമേ അത് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾക്കത് ചെയ്തു തരണം. അപ്പോൾ കർത്താവ് ഇവിടെ ഒരു മകനുണ്ട്. അത് അങ്ങനെ നവോമിക്ക് ബോവസും റൂത്തും ഒന്നിച്ച് ജീവിക്കുന്നു. അവർക്കൊരു യഹോവ അവൾക്ക് ഗർഭം നൽകി, അവളൊരു മകനെ പ്രസവിച്ചു. എന്നാൽ സ്ത്രീകൾ നവോമിയുടെ ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടൻ, അവൻ്റെ പേർ ഇസ്രായേലും വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിൻ്റെ വാർദ്ധക്യത്തിൽ പോഷകനായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും
7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയായിരിക്കുന്ന നിൻ്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത്. എന്താ, 7 ആൺമക്കളെക്കാട്ടിലും നല്ലവളാണ്. എന്നിട്ട് എന്താണ്, നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായി. അപ്പോൾ എന്താ, ദ നേഴ്സിംഗ് ഓർ ദ ബ്രസ്റ്റ് ഫീഡിങ് ഈസ് ഡൺ ബൈ നവോമി. നവോമി തന്നെ നവോമിയുടെ കുഞ്ഞെന്നാണ് അവർ പറയുന്നത്. അവളുടെ അയൽക്കാർ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേരിട്ടു. ആരാണ് ഈ ഓബേദ്? ദാവീദിൻ്റെ അപ്പനായ യെശായിയുടെ അപ്പൻ. ഇതാണ് നമ്മൾ ഈ വംശാവലി നോക്കുമ്പം ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. അങ്ങനെയാണത് നിൽക്കുന്നത്. ബോവസ് മീൻസ് ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്. ഇല്ലേ, ദൈവം ശക്തിയായിട്ട് വന്നിറങ്ങിയില്ലേ. ചാപ്റ്റർ 4 റൂത്ത് ഗെറ്റ്സ് മാരീഡ്, ഷി ഹാസ് എ ചൈൽഡ്, the newborn. Actually all the neighbors get together and are actually praising Naomi for that. Naomi lost the child. Naomi nursed the child here. ആദ്യമേ നവോമിക്ക് തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് സ്വന്തം കൊച്ചുമകനെ കിട്ടുമ്പം നവോമി സന്തോഷിക്കുന്നതാണ്. ആ നവോമി അവളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തെന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പീപ്പിൾ ഗാദേർഡ് ആൻഡ് റിജോയ്സ്ഡ്. എന്നിട്ട് നവോമി തൻ്റെ മരുമകളെക്കുറിച്ചുള്ള നന്മകൾ ദേശത്ത് വിളിച്ചു പറയുന്നു. നമുക്ക് പറയാം, നമ്മുടെ അവകാശമാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ. ദൈവം തന്ന അവകാശം. ഒരു കിൻസ്മൻ റിഡീമറായിട്ട് യേശുക്രിസ്തു മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ അവകാശത്തെ തിരിച്ചു തരുന്നൊരു ദൈവം ഇതാ കടന്നു വന്നിരിക്കുന്നു. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഭർത്താവ് നവോമിക്ക് നൃത്തം ചെയ്യാൻ അവസരം കൊടുത്തതുപോലെ ഇതാ ദൈവത്തിൻ്റെ കയ്യാൽ തിരിച്ചു തന്നിരിക്കുന്നു. വാങ്ങിച്ചെടുക്ക്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. 2 കൈയും നീട്ടി വാങ്ങിച്ചെടുത്ത് ദൈവത്തെ സ്തുതിക്കുക. പിന്നെ നവോമി ദുഃഖിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. വേദപുസ്തകത്തിൽ വംശാവലിയിൽ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഇവരുടെയൊക്കെ പേരെഴുതി വയ്ക്കും. ബോവസിൻ്റെ പേര്, ദാവീദിൻ്റെ പേര്, യേശുവിനെ ദാവീദ് പുത്രന്. അപ്പോൾ ഈ ദൈവമകൻ ഈ ഗോത്രത്തിൽ ഉണ്ടാകേണ്ടത് നശിപ്പിക്കാൻ വേണ്ടി പിശാച് എന്തെല്ലാം കളികൾ കാണിച്ചെന്ന് നോക്കി. അതുപോലെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ കൈവച്ചിരിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധമായ കൃപകളിൽ നമുക്ക് സന്തോഷിക്കാം. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദൈവം തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. നവോമിക്ക് ബോവസ് എന്നൊരു റെഡീമറിനെ നീ പഴയ നിയമത്തിൽ കൊടുത്തുവെങ്കിൽ ഞങ്ങൾക്ക് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ ചാർച്ചക്കാരനും വീണ്ടെടുപ്പുകാരനുമായിട്ട് നിൽക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്. നവോമി ദൈവത്തെ അറിഞ്ഞ ഒരു സ്ത്രീയായതിനാൽ അവളുടെ മക്കളും ഭർത്താവും നഷ്ടപ്പെട്ടിട്ടും നഷ്ടപ്പെട്ട സ്ഥലം വാങ്ങിക്കുക തന്നെയല്ല, ആ സ്ഥലം വാങ്ങിച്ചതോടുകൂടി അവളുടെ ഭർത്താവിൻ്റെ പേരും അവളുടെ മകൻ്റെ പേരും നിലനിർത്താൻ പറ്റിയ ഒരു ബോവസിനെ നീ അവിടെ കൊണ്ടു നിർത്തി. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ അതിന് പറ്റിയ ഒരു ബോവസ് പോലെ യേശുക്രിസ്തു മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ നീ ഞങ്ങളുടെ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചു തരുന്ന ദൈവമാണ്. ആത്മാവിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവമേ മാനിപ്പിക്കുന്ന ഒരു ദൈവം കടന്നു വന്ന് നഷ്ടപ്പെട്ട സ്ഥലം കൊടുക്കുക തന്നെയല്ല കർത്താവെ, ആ സ്ഥലം വാങ്ങിക്കാൻ ആളുണ്ടായിരുന്നു. അവിടെ മരുമകൾ 7 ആൺമക്കളെക്കാട്ടിലും നല്ലവളെന്ന് പറയുന്നു. എത്ര മഹത്തരമായ ഒരു പദവി. ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മരുമക്കളെ അതേപോലെ ഉന്നത പദവിയിലാക്കി നല്ല ജീവൻ്റെ വസ്ത്രം ഉടുപ്പിച്ച് ദൈവസ്നേഹത്തിൽ ഒരു കുടുംബത്തിന് യോഗ്യതയുള്ള റൂത്തിനെ പോലെ ആക്കി നവോമിക്ക് സന്തോഷമുള്ള അമ്മായിമ്മയും മരുമകളും കൂടെ ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ കർത്താവെ ഇടയാക്കണമേ. ഒരു ബോവസാകുന്ന യേശുക്രിസ്തു മുമ്പിൽ വന്ന് നിൽക്കുമ്പം സകലത്തിനും പരിപാലിക്കുന്നവനും കർത്തൃത്വം ചെയ്യാനും കാര്യങ്ങൾ നടത്തിയെടുക്കുന്നവനും തലമുറയിൽ അതിശയങ്ങൾ ചെയ്യുന്നതിനുമായൊരു ദൈവം ഇതാ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.